സിനിമയുടെ ഒരു ബേസിക് കാര്യം പറയുകയാണെങ്കിൽ ചേട്ടനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. ചേട്ടൻ നിന്ന് തുടങ്ങാം. ക്യാരക്ടർ എങ്ങനെയാണ്? അത് വലിയ പണിയായിരിക്കുകയാണ്. എല്ലാവരും എന്നിൽ നിന്ന് തുടങ്ങും. ഇപ്പോ ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ്. ഒരു കൂട്ടുകാരന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തെ അത് സിനിമയാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവനെ പറയേണ്ടി വന്നപ്പോഴേ അപ്പോ അങ്ങനെ ഇതൊരു ഐഡിയ ആയി. ഒരു മനസ്സിൽ കുറേ കാലമായിട്ട് ഞാൻ അപ്പം എനിക്ക് തോന്നുന്നു അജുവേട്ടനോട് ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതൊരു സ്റ്റാറിനെ വെച്ചൊക്കെ ചെയ്യാം. അങ്ങനെ അന്ന് ആസിഫ് ഖാനെ വെച്ചിട്ടൊക്കെ ചെയ്യാന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. അന്ന് കുറച്ച് വലുതായിട്ട് വലിയ വലുപ്പത്തിൽ ചെയ്യാം, വലിയ സിനിമയായിട്ട് ചെയ്യാമെന്നൊക്കെ ആലോചിച്ചു. കാരണം ആ കഥയ്ക്ക് അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു രസമുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവൻ്റെ ജീവിതത്തിൽ. പക്ഷേ നമുക്കത് പുറമേ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ആ സംഭവം നമ്മൾ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. നമുക്ക് എപ്പോഴും നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഡെയിലി പറയുന്ന വാർത്തകളിലൊക്കെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളതിനകത്തൊക്കെ ഒരു ഹ്യൂമർ രമേശേട്ടൻ നേരത്തെ പറഞ്ഞു. അവനവന് പറ്റുന്നവര് ബാക്കിയുള്ളവനൊക്കെ പറ്റുമ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇത് ഞാൻ സംസാരിക്കുകയും ഞങ്ങളിത് വേറെ രീതിയിൽ വലിയ സിനിമയായിട്ട് ചെയ്യാമെന്നൊക്കെ ആലോചിച്ചിരുന്ന. അങ്ങനെ ഇരിക്കെ നമ്മൾ പിന്നെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ കാരണം ഇതിലൊരു ഈ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എന്താ പറയണ്ടത് ഈക്വൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് അല്ല. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ പോലെ ഞാനും ദിവ്യനും ജീവയും ചെയ്യുന്ന ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ എൻ്റെ ബാച്ചിലേഴ്സ് നൈറ്റ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പാർട്ടിക്കിടയിൽ നടക്കുന്ന ഒരു സംഭവം അത് പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരു പ്രശ്നത്തിലേക്ക് മാറുകയും അല്ലെങ്കിൽ കടക്കുകയും അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവൻറ്റ്സൊക്കെയാണ് സിനിമയുടെ ഒരു ക്രക്സ് ബേസിക്കലി. അപ്പോൾ അത് പിന്നീട് ഒരു സ്റ്റാർ അല്ലെങ്കിൽ പോലും ഈ സിനിമ നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റാർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് പിന്നീട് തോന്നി. കാരണം ഒരു സ്റ്റാർ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയണ്ട വേറൊരു ഇതിലോട്ട് മാറുകയും കാരണം സ്റ്റാർ ചെയ്യുന്ന സമയത്ത് പുള്ളി നേരത്തെ ഈ പ്രശ്നമൊക്കെ ഈസിലി ഊരി പോരാനുള്ളൊക്കെ സാധ്യത നമുക്ക് തോന്നിപ്പോകും. ഇത് ഇയാൾ പെട്ടെന്ന് ഇതിൽ നിന്ന് ഊരി പോരും എന്നൊക്കെയുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമ്മൾ എഴുതുന്ന സിനിമ നമ്മൾ തന്നെ അഭിനയിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബോറ് പരിപാടിയാണ്. കാരണം നമ്മൾക്ക് പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ എന്ന് വെച്ചാൽ ഞാനൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ള എനിക്കാണ് ഈ മെയിൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതെങ്കിൽ പോലും എന്നിലൂടെയാണ് കഥ പറയുന്നതെങ്കിൽ വരുന്ന പോലെയാ പുള്ളി കിടന്നാൽ മതി. ചെയ്യാനുള്ളത് മുഴുവൻ ഡോക്ടർക്കും നേഴ്സിനും ബന്ധുക്കൾക്കും ആണല്ലോ. പുള്ളി അഡ്മിറ്റ് ആണ്, പുള്ളിയുടെ പുറത്താണ് കഥ. പക്ഷേ ചുറ്റുമുള്ളവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പൊ എനിക്ക് വീണു കൊണ്ടുപോയിക്കോളും. അപ്പൊ എന്നെ സപ്പോർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ഒരു പരിധി കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ആണ്. ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എത്തി കഴിഞ്ഞാൽ ഇവരതിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് പിന്നെ ഇവരുടെ സിനിമയാണ് ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ആ രീതിയിൽ എഴുതി തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര ഈസി ആയിട്ടില്ലെങ്കിൽ നമ്മൾ നായകനായിട്ട് നമ്മൾ തന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അവിടെയും പോയി ഇടിച്ചിട്ട് വന്നിട്ട് തിരിച്ച് മറ്റേ ഫൈറ്റൊക്കെ ചെയ്തിട്ട് വന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ വളരെ സേഫ് സോണിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്തൊന്നും എഴുതിയിട്ടുള്ള സിനിമയാണ്. അപ്പം നമുക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരും ഒരു കംഫർട്ട് സോണിൽ രമേശേട്ടനോടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അജുവേട്ടൻ നമ്മളതുപോലെ ഒരുപാട് പടങ്ങൾ ചെയ്തു. ദിവ്യനാണ് ഈ പ്രൊജക്ട് ഇനീഷ്യേറ്റ് ചെയ്ത് തന്നെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.